രാജ്യത്തെ കർഷകരെ കൊള്ളയടിക്കുന്ന തരത്തിൽ കേന്ദ്ര സർക്കാർ വരുത്തിയ ഭീമമായ രാസവള വില വർധന അടിയന്തരമായി പിൻവലിക്കണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ കേരള സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. കാർഷിക മേഖലയെ തകർക്കുന്ന ഈ കർഷക വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് കർഷക മാർച്ച് സംഘടിപ്പിച്ചു. അശാസ്ത്രീയമായ രാസവള വില വർധന കേന്ദ്ര സർക്കാർ ഉടൻ പിൻവലിക്കുക, വെട്ടിക്കുറച്ച വളം സബ്സിഡി പൂർവ്വസ്ഥിതിയിലാക്കി കർഷകർക്ക് ആശ്വാസം നൽകുക, കർഷകർക്ക് ആവശ്യമായ രാസവളങ്ങൾ സൊസൈറ്റികൾ വഴിയും മറ്റും കരിഞ്ചന്തയില്ലാതെ യഥേഷ്ടം ലഭ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കിസാൻ സഭ ആവശ്യപ്പെടുന്നു. കിസാൻ സഭ കോട്ടയം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസിലേക്കാണ് മാർച്ചും ധർണയും നടത്തിയത്. കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി EN ദാസപ്പൻ ഉദ്ഘാടനം ചെയ്തു. മാത്രമല്ല, ധാന്യവിള കൃഷി ചെയ്യുന്ന കൃഷിക്കാർക്ക് അവർക്ക് റബ്ബറാണെങ്കിലും കുരുമുളകാണെങ്കിലും ഏലമാണെങ്കിലും നാളികേരമാണെങ്കിലും അവർക്ക് കിട്ടുന്ന ഉൽപാദനത്തിന്റെ വിലയിൽ സിംഹഭാഗവും ഈ രാസവളത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഈ കൃഷി കൊണ്ട് അവന് ജീവിക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യ രാജ്യത്ത് വളർന്നു വരുമ്പോൾ ഇതിനെതിരായിട്ടുള്ള നിശക്തമായിട്ടുള്ള സമരം അഖിലേന്ത്യാ തലത്തിൽ, ദേശീയ തലത്തിലും അത് പ്രാദേശിക തലത്തിലും കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ ഇന്ന് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മണ്ഡലം കേന്ദ്രങ്ങളിലും ഇത്തരം ചെറുതും വലുതുമായിട്ടുള്ള പ്രതിഷേധ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമരത്തിലൂടെ കിസാൻ സഭയ്ക്ക് ആവശ്യപ്പെടാനുള്ളത് കേന്ദ്ര ഗവൺമെന്റ് ഈ കർഷക വിരുദ്ധ നയങ്ങളിൽ നിന്ന് പുറകോട്ട് പോകണം. ഈ കൃഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള വളം സബ്സിഡി പുനഃസ്ഥാപിച്ചുകൊണ്ട് കുറഞ്ഞ വിലയ്ക്ക് സൊസൈറ്റി മുഖാന്തരമുള്ള പൊതു ഏജൻസികളിലൂടെ കൃഷിക്കാർക്ക് വളം എത്തിച്ചു കൊടുക്കുവാനായിട്ടുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണം. കൃഷിയെ സംരക്ഷിക്കണം. ഗവൺമെന്റ് മുന്നോട്ട് വരണം. മാത്യു മൈക്കിൾ അധ്യക്ഷനായി. യോഗത്തിൽ കിസാൻ സഭ ജില്ലാ വൈസ് പ്രസിഡന്റ് സന്തോഷ് കേശവനാഥ്, CPI അസിസ്റ്റന്റ് സെക്രട്ടറി NN വിനോദ്, മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി G ജയകുമാർ, AISF മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഘവനാഥ്, സണ്ണി വട്ടവേലി, ബിജു, ജോസഫ്, രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.